രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. മോനെ കൊണ്ട് പറ്റുമെങ്കിൽ ഒരു സഹായം ചെയ്യും. ശരി മോനെ, നാളെ ലൊക്കേഷനിൽ കാണാം. ഓക്കെ. അമ്മ ആരോട് സംസാരിച്ചത്? അതെ, ഞങ്ങളുടെ സീരിയലിന്റെ പ്രൊഡ്യൂസറോടാ. നല്ല പയ്യനാ. അവനോട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് പൈസ അഡ്വാൻസ് ആയി തരാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്തിനാ അമ്മ അതിനൊക്കെ പോയത്? അമ്മ ഇങ്ങനെ ആരോട് സഹായം ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓ, എന്ന് പറഞ്ഞാ ഈ വീട് കൈവിട്ട് പോകുന്നത് നോക്കിയിരിക്കാൻ പറ്റുമോ? ആ ജോർജ് വരുമ്പോഴേക്കും എങ്ങനെയെങ്കിലും കുറച്ച് കാശ് സംഘടിപ്പിച്ചു വെച്ചാ അബിക്ക് പകരം ഈ വീട് സ്ഥലം നമുക്ക് വാങ്ങിച്ചുകൂടെ? നമ്മൾ എത്ര ശ്രമിച്ചാലും അത്രയും കാശൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അമ്മേ. പിന്നെ എന്തിനാ അമ്മ കണ്ടവരോടൊക്കെ സഹായം ചോദിക്കുന്നേ? എന്നാലാവുന്ന സഹായം ചെയ്യാനാ ഞാൻ ശ്രമിച്ചത്. അമ്മേ, അമ്മ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഹലോ. നിനക്കെന്താടാ വേണ്ടേ? എനിക്കെന്താ വേണ്ടതെന്ന് മൂന്നിന് വ്യക്തമായിട്ട് അറിയില്ലേ? എനിക്കെന്റെ വീട് വേണം, അത്രേ ഉള്ളൂ. വീട് നിന്റെ പേരിൽ രജിസ്റ്റർ ആയിട്ടില്ലല്ലോ. അതിനു മുൻപ് കിടന്ന് ഷോ കാണിക്കണ്ട. ജോർജ് ഏട്ടൻ എന്നോട് ഇവിടെ താമസിക്കുന്നവരെ ഒഴിപ്പിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെന്ന് വിളിച്ച് പറഞ്ഞില്ലല്ലോ. നിങ്ങളെപ്പോലുള്ള ദരിദ്രവാസികളെ ജോർജ് ഏട്ടൻ എന്തിനാ വിളിക്കുന്നത്? അതിന്റെ ഒരാവശ്യം അദ്ദേഹത്തിനില്ല. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല മൂന്ത. എത്രയും പെട്ടെന്ന് ഈ വീട് ഒഴിഞ്ഞു തരണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ രീതികൾ എടുക്കും. എന്താടാ നിന്റെ രീതി? മനസമാധാനത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നതാണോ? നിനക്ക് ഉളുപ്പുണ്ടോടാ? ഉളുപ്പിനെ പറ്റി സംസാരിക്കുന്ന ആളെ കണ്ടില്ലേ? വല്ലവരുടെയും വീട്ടിൽ കയറി താമസിക്കുന്നതും പോരാ, ഇറങ്ങിപ്പോവാൻ മാന്യമായിട്ട് പറയുമ്പോ ഡയലോഗ് അടിക്കുന്നു. നിങ്ങൾ ഞങ്ങളോട് കുറച്ചെങ്കിലും മര്യാദയോടെ പെരുമാറിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അയവ് തരുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചേനെ. പക്ഷെ വീട്ടിൽ കയറി വന്ന അതിഥികൾക്ക് ഒരു കപ്പ് കാപ്പി പോലും നിങ്ങൾ ഓഫർ ചെയ്തില്ല. ഇതാണോ അമ്മ ഇവരെയൊക്കെ പഠിപ്പിച്ച സംസ്കാരം? മോളെ മഹിമേ, അമ്മയ്ക്ക് ഒരു ബോധമില്ല. നീ വേണ്ടേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ? പോയി നല്ല 2 കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് വാ. അപ്പോഴേക്കും നിങ്ങൾ എപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി തരൂ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. ഇറങ്ങിപ്പോ. 2 എണ്ണം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം. ഇനി ഈ വീട് നിന്റെ പേരിലാവാതെ നിങ്ങൾ 2 ഇവിടെ കണ്ടുപോരുത്. അങ്ങനെ കണ്ടാണ്ടല്ലോ നീ പിന്നെ 2 കാലം തിരിച്ചു പോകൂല. മുകുന്ദൻ ഇങ്ങനെ ആണത്തം കാണിക്കാൻ ഓരോ ഡയലോഗ് അടിച്ച് കാണിക്കുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. ഇതൊന്നും തനിക്ക് ചേരുന്നില്ല. താൻ ആ പഴയ ക്യൂട്ട് പരിപാടി പിടിക്കുന്നത് നല്ലത് അല്ലേ മഹിമേ? വക്കീല് പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോടാ സൈക്കോ. വാടാ. അവന്റെ നോട്ടം കണ്ടില്ലേ? ശരിക്കും ഭ്രാന്തനാണെന്നാ തോന്നണേ. അതാദ്യം മനസ്സിലാക്കേണ്ടത് ഇവള് തന്നെയല്ലേ. വന്നു കയറിയ വീടിന് ഒരു പ്രയോജനം ഇല്ലെങ്കിൽ ഇറങ്ങി പോകാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം. സ്വയം ഇറങ്ങി പോയില്ലെങ്കിൽ നമ്മളെ ഇറക്കി വിടണോന്നേ. നീ തനിച്ചിറങ്ങി പോന്നോ അതോ ഇറക്കി വിടണോ? അമ്മ ഞങ്ങൾ ഇറങ്ങാം. ഞങ്ങളൊന്ന് സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. ആഹാ, ഇതെന്താ നിനക്ക് വീട്ടുജോലി ശരിക്കും ഇഷ്ടപ്പെടും തോന്നുന്നു. ഇനി ഇത് തുടരാനാണോ പരിപാടി? അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പൊ എന്താ? എന്തായാലും ഇവന് വേറെ ആരും ജോലി കൊടുക്കില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായില്ലേ? അപ്പൊ പിന്നെ വീട്ടിൽ തന്നെ നിക്കട്ടെ. എനിക്ക് ഇവനെ കൊണ്ട് വലിയ സഹായമാ. അങ്ങനെയാണെങ്കിൽ പിന്നെ വെറുതെ വേറെ എവിടെയെങ്കിലും പോയി എന്തിനാ ജോലി ചെയ്യുന്നേ? നീ അമ്മയെ സഹായിച്ചാ മതി. നിനക്ക് മാന്യമായൊരു ശമ്പളവും ഞാൻ തരാം. പോരെ? എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന നീ എനിക്ക് ചെലവിന് തരുമല്ലടാ. എന്റെ കഷ്ടകാലത്തിന് ഈ വീട്ടിൽ കഴിയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ. എന്തായാലും സഞ്ജു വന്നതുകൊണ്ട് അമ്മയ്ക്കൊരു ആശ്വാസമായി. അതെ, ഇത്രയും കാലം സ്വപ്നയെ കൊണ്ടില്ലാത്ത ആശ്വാസമാണ് ഇവനെ കൊണ്ട് അമ്മയ്ക്കുണ്ടാവുന്നത്. നീയേ നല്ലൊരു മരുമോനെ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ട് വന്നു കേട്ടോ. അമ്മ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോളെ. ഗിരിയേട്ടാ,
ഇത് അരിഞ്ഞു കഴിഞ്ഞാലേ അടുക്കളയിൽ കൊണ്ട് തന്നാ മതി, ഞാൻ പാചകം ചെയ്തോളാം. ശരി അമ്മേ. സഞ്ജുട്ടൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? പിന്നെ അമ്മ പറയുമ്പോ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഗിരിയെ പിന്നെയും ഫേസ് ചെയ്യാം. നിന്റെ അമ്മയുടെ കാര്യം അങ്ങനെയല്ല. അമ്മ വരച്ചവരെ ഞാൻ നിന്നില്ലെങ്കിലേ എന്തും ചെയ്യുന്നുള്ള പേടി എനിക്ക് ഇപ്പോഴും ഉണ്ട്. സഞ്ജുട്ടൻ എന്തിനോ ഇങ്ങനെ നാണം കെടുന്നേ? മര്യാദക്ക് എന്തെങ്കിലും ജോലിക്ക് പോയാ പോരെ? അത് വേണ്ട. ഇപ്പൊ ഞാൻ നാണം കെടുന്നത് ഈ വീട്ടിലുള്ളവർ മാത്രമല്ലേ കാണുന്നുള്ളൂ. മറ്റേത് നാട്ടുകാർ മുഴുവൻ കാണും. അതിലും ഭേദം അല്ല, സഞ്ജുട്ടൻ എന്തിനാ ഈ സീരിയൽ കണ്ട് കരയുന്നേ? ഈ സീരിയലിലെ മരുമകളുടെ അവസ്ഥ തന്നെ എനിക്കും. ആ കൊച്ചിന് അമ്മായിമ്മ എന്തുമാത്രം പീഡിപ്പിക്കുന്നത്. എന്നെ നിന്റെ അമ്മ പീഡിപ്പിക്കല്ലേ? എന്തൊക്കെ പണി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? പാത്രം കഴുകണം, തുണി അലക്കണം, പച്ചക്കറി അരിയണം. ഞാൻ ശരിക്കും ഇവിടെ ഒരു വേലക്കാരനെ പോലെ. ഞാൻ എങ്ങനെ ജീവിച്ചിരുന്ന ആളായിരുന്നു. ഇപ്പോഴുള്ള അവസ്ഥ കണ്ടില്ലേ? പാവം ഞാൻ. ഇങ്ങനെ കരയല്ലേ സഞ്ജുവേട്ടാ. ഇതാ ഗിരിയേട്ടനേട്ടനെ കളിയാക്കുന്ന. ഒന്നുമില്ലെങ്കിലും സഞ്ജുവേട്ടൻ ഒരാണല്ലേ. ഗിരിയും മഞ്ജുവൊക്കെ എന്നെ നോക്കി കളിയാക്കി ചിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നെ ഡാഡി തിരിച്ചു വിളിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. അന്ന് ഞാൻ എന്റെ ആണത്വം അവർക്ക് കാണിച്ചു കൊടുക്കും. പരസ്യം വന്നു. ഞാനേ ഇത് വേഗം അടുക്കള കൊണ്ട് വെച്ചിട്ട് വരാം, ഇല്ലെങ്കിലേ സീരിയൽ മിസ്സാവും. എന്താ ഗോപാൽജി രാവിലെ തന്നെ സ്റ്റേഷനിൽ? ബാറിൽ ചെറിയൊരു അടിപിടി നടന്നിരുന്നു. ആർക്കും പരാതിയൊന്നുമില്ലെന്ന് ഒപ്പിട്ട് കൊടുക്കാൻ വന്നതാ. മഞ്ജുവിനെ കണ്ടോ? അവൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാന്ന് ഫ്രാൻസിസ് പറഞ്ഞു. അതാ ഞാൻ ഈ സമയം നോക്കി വന്നേ. അല്ല ഗോപാൽജി ഇപ്പൊ എന്തിനാ മഞ്ജുവിനെ എങ്ങനെ പേടിക്കുന്നത്? എനിക്ക് അവളെ പേടിയൊന്നുമില്ല. അവളുമായിട്ടൊരു പ്രശ്നത്തിന് പോയാൽ ഗിരിയായിട്ട് ഉടക്കേണ്ടി വരും. അതിനുള്ള സമയമൊന്നും എനിക്കില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾ എന്തിനാ ഇപ്പോഴും വഴക്കുണ്ടാക്കുന്നത്? നിങ്ങളിപ്പോ ബന്ധുക്കളായില്ലേ? ഇത്രയും കാലം ഉണ്ട ചോറിന് നന്ദി കാണിക്കാനാണ് ഗിരി ഗോപാൽജിയെ പിന്തുണച്ചതെങ്കിൽ ഇനിയിപ്പോ അനിയത്തിയുടെ ഭാവിക്ക് വേണ്ടി അവനത് ചെയ്യും. സഞ്ജുവിനെ പറ്റി ഗോപാൽജി അന്വേഷിക്കാറുണ്ടോ? ഇല്ല, ഞങ്ങളെ വിട്ടുപോകാൻ തീരുമാനിച്ചത് അവനല്ലേ. അപ്പോ തിരിച്ചു വരണമെങ്കിലും അവൻ തീരുമാനിക്കട്ടെ. ഇങ്ങനെ സിനിമാ ഡയലോഗ് അടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഗോപാൽജി അവനെ തിരിച്ച് വീട്ടിൽ കയറ്റുമെന്ന് എനിക്കറിയാം. സ്വപ്ന നല്ല വിദഗ്ധമായി സഞ്ജുവിനെ ചാക്കിട്ട് പിടിച്ചതാ. ഗിരിയും മഞ്ജുവൊക്കെ ആ കാര്യത്തിൽ അവളെ നന്നായിട്ട് സഹായിച്ചിട്ടുമുണ്ട്. ഗോപാൽജി ഇപ്പൊ അവനെ കൈവിട്ട സഞ്ജുവിനെ ഗിരിയും സ്വപ്നയും അവരുടെ ഭാഗത്തേക്ക് വലിക്കും.